1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വളരെ പരിചിതമായ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. 1 John chapter 2 verse 14. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം പരിശുദ്ധാത്മ നിയോഗത്തോടെ എഴുതുമ്പോൾ നാം ആരാണ്, നാം എങ്ങനെയാണ് എന്ന് ഈ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം, നാം ശക്തരാണ്. 2, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശക്തരാണ്. ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കൊണ്ട് നിങ്ങൾ ശക്തരാണ്. സ്തോത്രം. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം ആരാണെന്ന് കാണിക്കുന്ന ധാരാളം പരാമർശങ്ങളുണ്ട്. പ്രവചന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ഹല്ലേലൂയ. വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിനെ കുറിച്ചും നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്താണ്. സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മക്കളാണ്. എഫീസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പ്രിയ മക്കളാണ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ എഴുതുക വ്യത്യസ്തമായിട്ട്, നിങ്ങൾ ശക്തരാണ്. എന്താണ്? നിങ്ങൾ ശക്തരാണ്. ഈ 2-ാം അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ പറയാ, ഈ എഴുതുന്ന എന്തിനാ? നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ. ഇനി 2-ാമത്തെ വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. എന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാണ്. ഹല്ലേലൂയ. ഈ നിങ്ങൾ എന്നെ ഇച്ചിരി ഗൗരവത്തോടെ ഇന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ബലഹീനരാണെന്നും ഏഴയാണെന്നും കൃമിയാണെന്നും പൊടിയാണെന്നുമുള്ള ചിന്ത വിടണം. ബൈബിള് പറയുക, വചനം വസിക്കുന്ന നീ ശക്തനാണ്.